ഇന്നത്തെ മൂവി എന്ന് പറയുന്നത് സ്കൈ സ്ക്രൈപ്പറാണ്. സ്കൈ സ്ക്രൈപ്പറുടെ 4K ഡിസ്ക്കാണ്. ഇതാണ് സ്ലിപ്പ് കവർ, ഇതതിൻ്റെ കേസ്, ഇത് ഫ്രണ്ട് ഇമേജ്, ബാക്ക് ഇമേജ്, ഇതതിൻ്റെ ഡിജിറ്റൽ കോഡാണ്. പുറത്താണ് കൂടുതലും വർക്കാവുന്നത്. ഇതതിൻ്റെ 4K ഡിസ്ക്, ഇതതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന ബ്ലൂറേ ഡിസ്ക്കാണ്. അപ്പോൾ ഈ മൂവിയിൽ ആക്ച്വലി ഓഡിയോ വരുന്നത് ഡോൾബി അറ്റ്മോസും വീഡിയോ ഒരു അപ്സ്കെയിൽഡ് 4K ആണ് വരുന്നത്. അതായത് പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു 4K ട്രാൻസ്ഫർ അല്ല, ഇതൊരു അപ്സ്കെയിൽഡ് 4K മാത്രമാണ്. ഡോൾബി വിഷൻ ഉണ്ട്. സ്റ്റിൽ ഇത് 4Kക്ക് റെക്കമെൻഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് 2018 ഇറങ്ങിയ ഒരു ആക്ഷൻ ഫിലിമാണ്. ആക്ഷൻ ഫിലിം എന്ന് പറയുമ്പോഴും സ്റ്റിൽ ഇതിൻ്റെ പ്ലോട്ട് വരുന്നത് ഒരു വെരി തിന്നായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. എനിക്കത് അത്രയും ഒരു എൻഗേജിങ് ആക്കിയൊരു മൂവിയായിട്ട് തോന്നിയിട്ടുമില്ല. ഡ്വെയിൻ ജോൺസൺ ആണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഡ്വെയിൻ ജോൺസൻ്റെ ഫാമിലി ഒരു സ്കൈ സ്ക്രൈപ്പർ, അതായത് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മേളിൽ ട്രാപ്ഡായി പോവും. ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്യുന്നവർ ഇതിൻ്റെ ഒരു ഫ്ലോറിൽ തീയിടുന്നതും. അപ്പോൾ പുള്ളിക്ക് ഈ ഫാമിലി, അതായത് താഴോട്ട് പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, മേളിലേക്ക് പോയി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഫാമിലിയെ സേവ് ചെയ്യുക എന്നുള്ള അതാണ് ഒരു പ്ലോട്ട് വരുന്നത്. ഈ മൂവിയുടെ ഡ്യൂറേഷൻ വരുന്നത് അറൗണ്ട് 1 hour 40 minutes ആണ്. സ്റ്റിൽ ഈ മൂവി എനിക്ക് ഫുള്ളി എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പോർഷൻ വരുന്നത് അറൗണ്ട് ഒരു 20 minutes മാത്രമാണ്. ഒരു ഈ സ്കൈ സ്ക്രൈപ്പറിന് പാരലായിട്ടൊരു ക്രെയിനിൻ്റെ അടുത്ത് നിന്ന് ഒരു ലോക്ക് എടുക്കുന്നതും റൊട്ടേറ്റിംഗ് വിങ് ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് വിങ് അതിനകത്തേക്ക് പുള്ളി ചാടുന്നത്, അങ്ങനത്തെ 2 സീൻസ് ഉണ്ട്. ഈ സീൻസിൽ മാത്രമാണ് നിങ്ങൾക്ക് അറ്റ്മോസ് അറൗണ്ട് നല്ല പോലെ, അതായത് എല്ലാ സ്പീക്കേഴ്സും ആക്റ്റീവായി നമുക്കൊരു എൻഗേജിങ് എഫക്റ്റ് കിട്ടുന്നത് ആ 2 സീൻസിൽ മാത്രമാണ്. അപ്പോൾ ഇത് പോയിട്ടുള്ള പോർഷൻസിലെല്ലാം ഒരു കോൾഡ് ഫീലാണ് വരുന്നത്. എനിക്ക് ഒട്ടും എൻഗേജിങ് ആയില്ല. പിന്നെ ഞാൻ കുറച്ച് സീൻസ് റെഗുലർ ബ്ലൂറേയിലും കണ്ടതാണ്. അപ്പോൾ ഇത് 4K റെക്കമെൻഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയാൻ പറ്റൂ. കാരണം ഇത് 4Kയുടെ ഒരു അപ്ഗ്രേഡ് ഫീൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഒരു ക്ലോസ് ഷോട്ട് വരുമ്പോഴേക്കും ക്ലോസ് ഷോട്ടിൽ കുറച്ച് ക്ലാരിറ്റി കൂടിയതായിട്ട് തോന്നുന്നല്ലാതെ ഒരു ബ്ലൂറേയിൽ നിന്ന് 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല. പിന്നെ ഇത് പുറത്ത് US ഡീൽസ് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ആമസോൺ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. അത് അത്യാവശ്യം പ്രൈസ് വരും. കാരണം ഇതിൻ്റെ ബ്ലൂറേയിലും അറ്റ്മോസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4K പ്രിഫർ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. കാരണം ഇതിൻ്റെ അറ്റ്മോസ് വരുന്ന ബ്ലൂറേ തന്നെ മോർ ദാൻ എനഫ് ആണ്. കാരണം ഓൾമോസ്റ്റ് നല്ല ക്ലാരിറ്റി ഉണ്ട്. റിലേറ്റബിൾ ടു 4K എന്ന് പറയാൻ പറ്റും. അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടഡ് ബ്ലൂറേക്ക്. സെയിം ഓഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് ഫുൾ സെറ്റ് നിങ്ങൾക്ക് നല്ല ഡീലിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. അല്ലെങ്കിൽ ബ്ലൂറേ ഈസ് മോർ ദാൻ എനഫ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.